ജമന്തി 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 എന്താന്നേ? എടി അമ്മയും തങ്കം കൂടെ രാവിലെ പോയതല്ലേ, ഇപ്പൊ സമയം ഉച്ച ചെയ്ത് എന്തുവരെ കാണാത്തത്? എന്റെ ഏട്ടാ അവര് ജോൽസിനെ കാണാൻ വേണ്ടി പോയതാണ്, ഇപ്പം വരും. ജോൽസിനെ കാണാനാ? ആ ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ലേന്നാവും. അതെ, ഇത് സാധാരണ ജോൽസി അല്ല, വെറ്റിലെ ജോൽസിയാ. പറഞ്ഞ അച്ചിട്ടാന്ന്. നമുക്ക് ഒരു ദിവസം പോണം കേട്ടാ. എന്തിന്? ഏട്ടന്റെ സമയം നന്നാവോന്ന് അറിയാൻ. അയ്യോ, എന്റെ സമയം നന്നാവുന്നുള്ളത് നീയും ജോലിസിനും കൂടെ പറയണ്ട, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ എന്റെ സമയം നന്നാവോന്ന് നോക്കാലോ. നിന്റെ സമയം ഒരിക്കലും നന്നാവില്ലല്ലോ. ആ അതെ, എന്റെ സമയം മോശമായത് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനക്കുണ്ട്. ഭയങ്കര തമാശ. ആ ഇതിപ്പോ എന്താ അമ്മാവനാ? ഇതിപ്പോ എന്താ പരിപാടി? എന്റെ അമ്മാവാ, ഈയിടെയായിട്ട് വണ്ടിക്ക് ശബ്ദം കൂടി വരുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. എനിക്കും വയസ്സായി, വണ്ടിക്കും വയസ്സായി മോനെ. അയ്യോ അമ്മാവ, ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് ഈ വണ്ടി കൊണ്ടുപോയിട്ട് ഒരു ആയുർവേദ ആശുപത്രി കൊടുക്കാം. അപ്പൊ അവർ ഇതിന്റെ പാർട്സ് ഒക്കെ എടുത്ത് നല്ലോണം അരച്ച് കലക്കി രസായനം ഉണ്ടാക്കി അവിടുത്തെ രോഗികൾക്കൊക്കെ കൊടുക്കും. അപ്പൊ അവരുടെ അസുഖമൊക്കെ മാറും. തമാശ പറച്ചിൽ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. കൊള്ളൂല്ലേ? എടി അണക്ക് എനിക്കും വണ്ടിക്കും എനിക്കും തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് അങ്ങനെ പറയണം. എന്താ ആത്മബന്ധം? മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളുണ്ട് ഈ വണ്ടിയായിട്ട് എനിക്ക്. എന്റെ ചിരിയൊക്കെ നല്ലത്, അതിന്റെ സൗണ്ട്. എന്താ അത്ര വലിയ തമാശ? ഞാൻ കേക്കട്ടെ. അല്ല അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലായി, എന്റെ പഴയ കഥകളല്ലേ, അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവട. ഓർമ്മ ഇങ്ങനെ നിൽക്കാൻ ഒരുപാട് കഥകള്. അല്ല എന്താ അമ്മാവൻ ഇങ്ങോട്ട് പോന്നേ? ഞാൻ ഇങ്ങോട്ട് വന്നല്ല, ഞാൻ എന്റെ ക്ലീറ്റോമോനെ കാണാൻ വന്നതാ. ക്ലീറ്റോമോനോ? ആ എന്നപ്പോ അമ്മാവന് ക്ലീറ്റോ മോനായത്? എന്ത്? ഓ അവൻ അസൂയ. എടാ, ഓരോരുത്തർക്കും ഓരോ നല്ല കാലം വരും, അവർ അംഗീകരിക്കേണ്ട കാലം വരുമ്പോ അവര് ചിലപ്പോ മോനാവും, സാറാവും, വേണ്ടപ്പെട്ടവരാവും. അതിനെന്താ? അല്ല ഇത്രയും കാലം അങ്ങനെ അല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. എന്നെ മാറ്റം വരുമ്പോ അങ്ങനെ നമ്മൾ ബഹുമാനിക്കും. ഇന്നെന്താ വിശേഷം? അവനെനിക്കൊരു സർപ്രൈസ് തരാ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അമ്മാമ എന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കണം, പറ്റുമെങ്കിൽ 2-3 ദിവസം എന്റെ കൂടെ നിൽക്കണം. ആ സ്നേഹവും സന്തോഷമൊക്കെ കണ്ടപ്പോ കണ്ണങ്ങോട്ട് നിറഞ്ഞു പോയി. ഞാൻ അങ്ങോട്ട് പോന്നു. അമ്മാവാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മാവനെ പറ്റിച്ചിട്ട് എന്തോ പൈസ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണത്. അവനാ? അവൻ ഇവിടെ വന്ന് കയറിയ മുതൽ എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. 10 പൈസ എന്റെ കിട്ടില്ല എന്നും അവനറിയാം. ഇത് അതൊന്നും അല്ലടാ, അവൻ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്ത് മാറ്റം? ബർത്ത്ഡേ ആണോ? അങ്ങനെയാണ് ഞങ്ങളോട് പറയില്ലേ? പറഞ്ഞില്ലല്ലോ. ബർത്ത്ഡേ ഒന്നല്ല, അങ്ങനെയാണെങ്കിൽ 4-5 ദിവസമൊക്കെ വന്ന് നിൽക്കാൻ പറയോ? നിങ്ങൾക്ക് ചിലപ്പോ ഒരു സർപ്രൈസ് തരാനാവും. ചേച്ചി എവിടെ? അമ്മ ജോത്സ്യന്റെ അടുത്ത് പോയി. ഏത് ജോത്സ്യൻ? മറ്റെന്താ വെറ്റിലെ ജോത്സ്യം. ആ ഭയങ്കര തിരക്കാ അവിടെ. എന്നാ അപ്പോഴൊന്നും വരെ ഉണ്ടാവില്ല. ക്ലീറ്റമ്മ ഉണ്ടോ അവിടെ? എന്തിന്? അല്ല നീ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലേ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു. ആര് വിളിച്ചു? ആ ക്ലീറ്റസ് എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ക്ലീറ്റസ് എന്നോട് വരാൻ പറഞ്ഞു? ആ എന്നോട് വരാൻ പറഞ്ഞു. ആ അതല്ലേ പറഞ്ഞത്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞോ? ആ കൂടാന്ന് പറഞ്ഞോ? പറഞ്ഞു. കണ്ട എന്നോട് പറഞ്ഞ അമ്മാവനും കനകനും നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. ഇല്ലെന്ന്, ഞാൻ വേറൊരിടത്ത് പോകാൻ ഇറങ്ങിയാണ്. പിന്നെ കനകം വിളിച്ചല്ലെന്ന് ഓർത്തല്ലേ ഓടി വന്നത്. ഏതായാലും വന്നില്ലേ, ഒരു കാര്യം ചെയ്യും, കുടിക്കാൻ എന്തായാലും എടുത്തു. വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ട്. അതെ അമ്മണ്ടല്ലോ. എന്റെ അമ്മ, നിങ്ങളിത് എവിടെ പോയി കിടക്കാണ്? ആ വയ്യാത്ത മുട്ടും വെച്ചിട്ട് എങ്ങടാ പോയത്? ചേട്ടോ നിന്നോടത്ത് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. നീ കിടന്ന് ചാടിത്തുള്ളുന്നുണ്ടോ? ഇനി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോന്നാ പോരായിരുന്നില്ലേ? അപ്പൊ നടന്നു വന്നിട്ട് എന്താ പറ്റിയേ? അപ്പൊ അമ്മയ്ക്ക് സുഖമില്ല നിനക്ക് അറിഞ്ഞൂടെ? അമ്മയ്ക്ക് സുഖമില്ലാന്നുള്ളത് എനിക്കറിയാം. എന്റെയും കൂടി അമ്മയല്ലേ, നിന്റെ മാത്രം അമ്മയൊന്നും അല്ലല്ലോ. നടന്നു വരുന്നത് നല്ലതാ, നടക്കണം. പോയ കാര്യം പറ. പോയ കാര്യമൊന്നുമില്ല. ഇവനിങ്ങനെ എന്താ ഞാനിങ്ങനെ പറയും? ഈ കാര്യം പറ. എന്താ ചോദിച്ചു പറഞ്ഞ്? പിശാചിന്റെ നിപ്പ് കണ്ട അമ്മാവാ. നീ അവനോട് പറയണ്ട, എന്നോട് പറ. നീ പറഞ്ഞോ? പറഞ്ഞോ. ഇതൊന്നും ഉണ്ടാകുന്ന മോളെ പറഞ്ഞാ വിശ്വസിക്കൂല. അയാൾ പറഞ്ഞാലുണ്ടല്ലോ അച്ചട്ട ഒരാളെ നോക്കിയിട്ട് കാര്യം പറയും. ഞാൻ ഇതേപോലെ അങ്ങോട്ട് ചെല്ലുക കേട്ടോ, കയ്യിലൊരു വെറ്റിലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക. വെറ്റില എന്തൊക്കെയോ തേച്ചിട്ടൊക്കെ ഉണ്ട്. വെറ്റിലോട്ടൊന്ന് നോക്കി, എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് പറയാണ് ഞാൻ പോവാട്ടോ. ഇവനിങ്ങനെ പറഞ്ഞാ പിന്നെ എങ്ങനെ പറയൂന്നേ? ഇല്ല, നീ അത് പറഞ്ഞിട്ട് പോയാ മതി. വേണ്ട, ഞാൻ പറയുന്നില്ല. കളിയാക്കണ്ടാട്ടോ. നീ പറഞ്ഞ എന്നോട് പറ, ഞാൻ കേക്കാം.
പറ. എന്നിട്ട് പറയാണ് ആർക്കും ഇല്ലാത്തൊരു നിധി നിന്റെ വീട്ടിലുണ്ടല്ലോന്ന്. ഞെട്ടിയില്ലേ? ഇതേപോലെ ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞു എന്റെ പൊന്ന സ്വാമി, നിധി പോയിട്ട് ഒന്നുമില്ല വീട്ടില്, ഞങ്ങൾ ആകെ കഷ്ടതയില്ല, അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ടാ വന്നത് എന്ന് പറഞ്ഞു. അല്ല ചേച്ചി, ഇനിയിപ്പോ പണ്ടത്തെ കാലത്ത് ആരെങ്കിലും വല്ല നിധിയും കുടിച്ചിട്ടുണ്ടാവും. ആ ഞാനും ഇത് ആലോചിച്ചു. പക്ഷെ അതൊന്നും അല്ല. എന്നോട് പറയട്ടെ സ്വാമി, മോളെ നിന്റെ നിധി നിന്റെ ഭർത്താവാണ്. എന്താടാ തമാശകളാ കനക, ഇപ്പൊ ഞാനൊരു കാര്യം നിന്നോട് പറയാം മോനെ. ഒന്നല്ലെങ്കിൽ മനുഷ്യനിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം, ഒന്നുമില്ലെങ്കിൽ പെറ്റ തള്ളേനെങ്കിലും വിശ്വസിക്കണം. നീ ഇങ്ങനെ ആരെ വിശ്വസിച്ചില്ലാതെ ഇങ്ങനെ നിരീശ്വരവാദിയായിട്ട് ഇങ്ങനെ നടക്കും. ഞാൻ നിധിയുടെ മുഖം നോക്കി. നീ ബെറ്റ് വെച്ചോ നീ ചിരിക്കണത് കരയാൻ വേണ്ടിട്ടാ. ഞങ്ങൾ ഉയരങ്ങളിലെത്തും 24 മണിക്കൂറിനുള്ളിൽ. 24 മണിക്കൂറിനുള്ളിൽ എന്റെ ക്ലീറ്റോ രക്ഷപ്പെടും, പിന്നെ ഞാൻ രക്ഷപ്പെട്ടില്ലേ? അങ്ങനെ പറഞ്ഞു. ആ ശരി, അതിപ്പോ ക്ലീറ്റോ എന്ത് ആ അപ്പൊ അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഏയ് ഞങ്ങളോട് വന്നില്ലല്ലോ. പിന്നെ അവനവിടെ പോയി. അവൻ വിളിച്ചു വരുത്തിയിട്ടല്ലേ ഞങ്ങൾ വന്നത്. അതൊക്കെ പോട്ടെ, എന്റെ കാര്യം വല്ലതും പറഞ്ഞു. നിന്റെ കാര്യം ഞാൻ പ്രത്യേകം ചോദിച്ചായിരുന്നു. അപ്പൊ നിന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു, നീ ഇനി പഠിച്ചിട്ട് ഒരു കാര്യമില്ല, നിനക്ക് ഗവൺമെന്റ് ജോലി എന്നല്ല ഒരു ജോലിയും കിട്ടാൻ പോണില്ല. ആര് പറഞ്ഞു? ജോത്സ്യം പറഞ്ഞു. അയാളാ PSC ചെയർമാൻ. നീ വിശ്വസിക്കണ്ട, വേണമെങ്കിൽ അമ്മേനോട് ചോദിച്ചു നോക്കിക്കോ. ആണോ അമ്മേ? ആണോ? അല്ല, അത് എപ്പോഴും പറഞ്ഞിട്ട് ഞാനത് കേട്ടില്ലായിരുന്നു. അമ്മ ചെരുപ്പൂരിടാൻ വേണ്ടി പോയില്ലേ പുറത്ത് മുറ്റ? എന്ത് തപ്പണ്? ദേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പൊ ഒരു ജോലിയൊന്നും അല്ല വേണ്ടത്, ഒരു കൊച്ചു വേണം. അതിന് വേണ്ടിട്ട് രണ്ടുപേരും കൂടി ആ ജോത്സ്യനെ പോയി കാണാൻ നോക്ക്. എനിക്ക് ഇവന്റെ എടാ, നീ അവിടെ വന്ന ആൾക്കാരെ കാണാഞ്ഞിട്ടാ. എന്തുമാത്രം ജനമാണോ, കാല് കുത്താൻ സ്ഥലമില്ല. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവര്, കടം കൊണ്ട് പൊറുതിമുട്ടിയവര്, പിള്ളേരുണ്ടാകാത്തവര്, കല്യാണം നടക്കാത്ത എത്ര പേരുടെ കല്യാണം നടന്നേക്കണം അവിടെ വന്നിട്ട്. കല്യാണം നടക്കാത്തവരും വരുന്നുണ്ട്. എന്നാ ചേച്ചി എന്നെ ഒരു ദിവസം അവിടെ. എന്താത്തിന്? അല്ല, നീ ഇനി കല്യാണം കഴിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കാര്യം ചീര പൂത്തതുപോലെ. ഒന്നിനും കൊള്ളൂല. നിർത്തേ. അല്ല, നിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നത്? അല്ല, അത് പിന്നെ ക്ലീറ്റോമോൻ വരാൻ പറഞ്ഞു. ആ എടി, അവൻ എന്നോട് പറഞ്ഞു, അമ്മാവൻ വാ, എൻ്റെ കൂടെ ഒന്ന് ഊണ് കഴിക്കണം, പറ്റുമെങ്കിൽ ഒരു 4 ദിവസം എൻ്റെ കൂടെ ഒന്ന് താമസിച്ചിട്ട് പോകണം. എൻ്റെ ചേച്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് അവനെ സ്നേഹത്തോടെ വിളിക്കണത്. അവൻ എവിടെ? വിളിച്ചിട്ടുണ്ട്. ചോറിന് ക്ലീറ്റസ് നമ്പർ ഉണ്ടെന്നേ. ക്ലീറ്റോന്റെ നമ്പർ എനിക്ക് അറിഞ്ഞൂടെ? വിളിച്ചേ. നാട്ടെ വേഗം പോയി ചോറ് വെക്കുക, ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. രാവിലെ ഞങ്ങൾ പോയതല്ലയോ, ഇനിയിപ്പോ അവിടെ ചോറ് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒന്നും ഇല്ലാണ്ട് ഇന്ന് എല്ലാവർക്കും അവിടെ ഊണ്. വേഗം ചെല്ലുന്നേ. നിധി വരുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം. ഞാനിപ്പോ എങ്ങനെ ഒരു കാര്യം ചെയ്തോ, ആഷിമ വിട്ടോ. ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. അല്ലെങ്കിലേ ഇനിയിപ്പോൾ ആഷിമ പോകണ്ട, എനിക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകാനും തോന്നിയാലോ. പിന്നെന്താ, അത് നമുക്ക് ഈ വെയിറ്റിങ്ങിനൊക്കെ എന്തെങ്കിലും ചെയ്യാം. അത് പോരെ? മതി. എന്നാ പിന്നെ ആ സാധനമൊക്കെ ആയിക്കോട്ടെ. എല്ലാം ആയോ? ഇതെന്നതാ? അറിയില്ല. ആ, കരിമീന് ഇതായിരുന്നു. വേണോ തന്നെ? അയ്യോ വേണ്ട, ചീഞ്ഞതാന്ന് തോന്നുന്നു. നല്ലൊരു വാടയുണ്ട്. ആ
അമ്മാവൻ എപ്പോ വന്നു? ഞാൻ നീ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ പോന്നു. ഓ, എന്നാൽ ആ ജംഗ്ഷനിൽ നിൽക്കാൻ പാടില്ല. എന്റെ കൂടെ കാറിൽ AC കൊണ്ടുവരായിരുന്നല്ലോ. അല്ല മോനെ, കാറുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എന്റെ വണ്ടി ഉണ്ടല്ലോ. ഓ മുത്തേ, ഇത് ഇച്ചിരി കരിമീനാ കേട്ടോ. ആ നിനക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നീ വേവിച്ചാൽ മതി, അല്ലെങ്കിൽ പൂച്ചയ്ക്ക് കൊടുത്തോ. ആ അളിയൻ എന്താണ് ഫീസ് പോയ ബൾബ് പോലെ നിൽക്കുന്നു? ഞാൻ പ്രകാശിച്ച് നിൽക്കണ കണ്ടിട്ടായിരിക്കും അല്ലേ? ആ ഫാസിലേ വന്നായിരുന്നല്ലോ. ഞാൻ വിളിച്ചപ്പോ തന്നെ വന്നു. സന്തോഷം. അമ്മയ്ക്കൊരു സാധനം മേടിച്ചിട്ടുണ്ട്. അമ്മ എപ്പോഴും പറയാറില്ലേ, കുഴമ്പ് മുട്ടുവേദനയ്ക്കുള്ള. ഈ വായി നോക്കിയിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞതെന്ന് അറിയാമോ? എന്റെ കാല് വേദന, എനിക്ക് സഹിക്കാമായ ഒരിത്തിരി കുഴമ്പ് വെച്ചോണ്ട് വരാൻ. എന്നിട്ട് അവൻ കേട്ടില്ല, അറിയാമോ? അവൻ വേറും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, പ്രാരാബ്ധക്കാരൻ. അതെ, ഇനി അമ്മക്ക് കുഴമ്പോ കൊട്ടൻ ചുക്കാതെ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഈ ക്ലീറ്റമ്മ മേടിച്ചോണ്ട് പൊന്നുമോനെ, നീ എന്റെ മരുമോനല്ലടാ, നീ എന്റെ മോനാണടാ, നീ എന്റെ മോനാണടാ. ചില സമയം കൊച്ചു പിള്ളേരെ പോലെ. പിന്നെ അമ്മാവന് ഞാനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മാവ? ഇതെന്താ കഴിച്ചോ? അത് ഞങ്ങൾ ആണുങ്ങൾക്കുള്ള. അതെ കുറിച്ച്. പിന്നെ ഇത് അളിയന് ഇടല്ലേ, കൊച്ചിനോട് അളിയാ. പിടിക്കളിയാ അങ്ങോട്ട് പിടിക്കളിയാ. മേടിക്കളിയാ. അളിയന് ഞാനൊരു ഷർട്ട് മേടിച്ചായിരുന്നു. അയ്യോ അത് എന്റെ പാർട്ടി ഡ്രസ്സാ. ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇട്ടോണ്ട് പോയതാടി, മാറിപ്പോയി. അളിയനുള്ളത് അളിയന് വേണ്ട അളിയാ, അളിയന് നിന്റെ ഒന്നും വേണ്ട. അളിയനുള്ളത് നീ കയ്യിൽ വെച്ചോ കേട്ടോ. അത് നമുക്ക് തിരിച്ചു കൊടുത്ത് പൈസ വാങ്ങിക്കാം. എനിക്ക് വേണ്ടെന്ന്. എന്തിനാണ് അത്? നീ മേടിച്ചോ. കൊടുത്താൽ മേടിച്ചോളൂ. ഒരാള് സന്തോഷത്തോടെ എന്തെങ്കിലും തരുമ്പോ അത് സന്തോഷത്തോടെ മേടിക്കാൻ പഠിക്കണം. ജമന്തിക്ക് ഒരു സാരിയുണ്ട്, അമ്മയ്ക്കൊരു മുണ്ട് സെറ്റും ഉണ്ട്, അളിയനൊരു ഷർട്ടും ഉണ്ട്. പിന്നെ ഇനിയിപ്പോ കണ്ടുപഠിക്കടാ. ഫാസിലെ നിനക്ക് ഞാനൊന്നും തന്നില്ലല്ലോ. ഇനിയിപ്പോ വിളിച്ചപ്പോ നീ വരുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഫാസിലിന് ഇനിയിപ്പോ അത് കൊടുത്താൽ ശരിയാകത്തില്ല. ഇത് പിടിച്ചോ ഫാസിലെ. വേണ്ട വേണ്ട, പൈസ വേണ്ട, പൈസ വേണ്ട. ഇതിലും വലുതില്ല, ഇതേ ഉള്ളു വലുത്. ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ്. വേണ്ടിയിരുന്നില്ല പൈസ. ഇരിക്കട്ടെ. നിങ്ങൾ ഇവരെല്ലാരും വിളിച്ചു വരുത്തിയെന്ന് ഞാനൊന്നും വെച്ചിട്ടില്ല കഴിക്കാനായിട്ട്. ഓ ഹാഷ്മേ, എടാ പോയിട്ട് ആ താജിന്റെ അവിടുന്ന് 8 ബിരിയാണി. എനിക്ക് വേണ്ട. അളിന് സദ്യയാക്കാൻ. അയ്യോ എനിക്ക് നിന്റെ ഒന്നും വേണ്ട അളിയാ, ഒന്നും വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറ, നീ എവിടുന്നാണ് ഈ വേഷം ഒപ്പിച്ചോണ്ട് വന്നത്? ഇപ്പൊ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ സർക്കസിലൊക്കെ കാണുന്ന കോമാളികളില്ലേ, അതുപോലെ ഉണ്ട്. നീ എവിടുന്ന് ഇത് വാടക എടുത്തത്? ഞാൻ ബാലേ നടനോ നാടകം നടനോന്നല്ല ഇത് വാടക എടുക്കാൻ. ഇതേ പുത്തൻ കാശ് എണ്ണി കൊടുത്ത് ഞാൻ സ്വന്തമായിട്ട് മേടിച്ച സാധനം. നോണ പറയല്ലേ ക്ലീറ്റോ, നോണ പറയല്ലേ. നിന്നെ തെരഞ്ഞ ഈ പോലീസുകാരെങ്ങാനും വരുമോ? ഇപ്പൊ അതാ എന്റെ പേടി. വരുവടാ, വരും, പോലീസ് വരും. പക്ഷെ ഇന്നല്ല, കുറച്ച് ദിവസം കൂടെ അങ്ങോട്ട് കഴിയുമ്പോ ക്ലീറ്റോ വരുന്നതിന്റെ പിന്നാലെ പോലീസ് ജീപ്പ് അങ്ങനെ എസ്കോർട്ടായിട്ട് വരും. ഇങ്ങനെ സെല്യൂട്ട് അടിച്ച് നിൽക്കും. ആ ജോത്സ്യം പറഞ്ഞത് ഇത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോനെ, നിന്നോട് പറഞ്ഞോ 24 മണിക്കൂറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ നീ ചിരിച്ചു അനുഭവിച്ചോട്ടാ. എന്റെ അമ്മ, നിങ്ങൾക്കൊക്കെ എന്താ വട്ടാണോ? ആണോ? അല്ല, ഇവൻ ഈ ജാതി കസർത്ത് കാണിക്കുന്നത് കണ്ടിട്ട് അതിന്റെ കൂടെ കൂടുക. എന്ത് കസർത്ത്? അതെ എന്നാലും സത്യം പറ, നിനക്ക് ഇത്രയും പൈസ ഇവിടുന്ന് കിട്ടി? അമ്മാവ, ആദ്യം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ അളിയാ, പരാതികളില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോളേ ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാം. ആയിക്കോട്ടെ. അല്ലെങ്കിൽ മാറണ്ട അളിയാ, ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. ഓ സാരമില്ല, അളിയും പറഞ്ഞോ, ജാതികളുള്ളത് തൂത്താ മാറില്ലല്ലോ. നീ വാ, തക്കളി മോളൂ. അങ്ങോട്ട് പോട്ടോ ഭക്ഷണം കഴിക്കാൻ. അമ്മേ, ഇത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയാൽ എനിക്ക് കഞ്ഞി മതി, കഞ്ഞി വെച്ചാൽ മതി ഇവിടെ. പിന്നെ ഇവിടെ ഒന്നും വയ്ക്കണില്ല. എന്റെ കഞ്ഞി വെച്ചെന്താ കുഴപ്പം? ഏട്ടാ ഇങ്ങനെ കുശുമ്പ് പാടില്ല കേട്ടോ. എടി അത് എന്താന്ന് അറിയണ്ടേ? അവരങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, നീ അങ്ങോട്ട് പോടി. എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ക്ലീറ്റോ ചേട്ടൻ നല്ല നിലയിലെത്തി. അത് തന്നെ ജോത്സ്യം പറഞ്ഞത് തന്നെയാണ്. വാ അമ്മ ഇങ്ങോട്ട്. ജമന്തി ദേ, ആ പിന്നെ ഇനി എന്തെന്നാന്ന് ചോദിക്കാനാന്ന്, ചിക്കനാണെന്ന് അവൻ പറഞ്ഞില്ലേ? എടാ ഇതെന്തോ തട്ടിപ്പാണ്. എന്റെ കനക, നീ ഒന്ന് അംഗീകരിക്ക്. അവന് നല്ല കാലം വന്നിരിക്കുകയാണ്. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. അതെ, വാ ഇത് മതിയല്ല. വാ വാ.
അതെ അവനാ സൂയ കുണ്ട കുശുമ്പ നേരാവില്ല അവൻ നീട് വന്ന ഇതെന്നാ അവന് പറ്റേന്ന് അവന്റെ സ്വഭാവം എനക്കറിയില്ലേ ഞാനില്ല, എനിക്ക് നീ എല്ലാം അനുഭവിച്ച് പഠിച്ചോളൂ വാകന എന്നാലും എൻ്റെ ക്ലീറ്റോ എന്തൊരു ലുക്കായിരുന്നത്. ഇത്രയും സൗന്ദര്യം ക്ലീറ്റോനുണ്ടായിരുന്നോ? ഇത് എവിടുന്ന ക്ലീറ്റോ ഇത്രയും പൈസ? അതെ, ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ഒരൊറ്റ നിമിഷം മതി ജീവിതം തന്നെ മാറി മറിയാൻ. നമ്മുടെ സൂപ്പർ സ്റ്റാർ പറയുന്ന കേട്ടില്ലേ, എൻ്റെ ഒറ്റ ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാനെന്ന്. അതുപോലെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. സത്യത്തിൽ ക്ലീറ്റോ കാറ് കച്ചവടം ചെയ്യണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വാസം വരാറില്ല. ആ അതെ, ഇപ്പൊ എന്നിട്ട് കാറ് നമ്മുടെ മുറ്റത്ത്. ഇനി നോക്കിക്കോ നീ, ഈ മുറ്റത്ത് ഇങ്ങനെ ഒരുപാട് കാറുകൾ ഇങ്ങനെ നിരന്ന് നിരന്ന് കിടക്കും. അയ്യോ, ഒരുപാട് പൈസ ആവൂല്ലേ ക്ലീറ്റോ? പൈസ വരുമല്ലോ. ഇപ്പൊ നമ്മുടെ എൻ്റെ ഈ ബിസിനസ് ഉണ്ടല്ലോ, ഇതിപ്പോ ആദ്യം നമ്മൾ കൊല്ലം ജില്ലയിലാണ് തുടങ്ങിയിരിക്കണം. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ആലപ്പുഴ വരും. അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും ഇതെങ്ങോട്ടും വികസിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ വെച്ചടി കയറ്റമാവും. ക്ലീറ്റോ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കിപ്പോ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. നമുക്ക് ഇത്രയും വലിയ വണ്ടിയുടെ ആവശ്യമില്ല. ആ കാറങ്ങ് കൊടുത്തിട്ട് നമുക്കൊരു ബൈക്ക് വിളിച്ചാൽ പോരെ? അയ്യോ നിന്നെ ഞാൻ എന്ത് എടി, നമുക്ക് പൈസ വരുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു നിലയും വിലയൊക്കെ വേണമെങ്കിൽ നമ്മൾ കാറിൽ തന്നെ പോകണം. അത് വെച്ചിട്ട് നീളം കൂടിയ കാറ് തന്നെ വേണം. അതറിയോ? ഇതിപ്പോൾ വാടകയ്ക്ക് എടുത്തതാ, ഇത് കഴിഞ്ഞ് നമ്മളടുത്ത് വാങ്ങും. വാടകയ്ക്ക് എടുക്കുമ്പോൾ കുറെ പൈസ ആവോ? ഓ അതൊന്നുമില്ല, ഒരു 12,000 13,000 രൂപയാകും. എത്ര? ഒരു മാസത്തേക്ക് 12,000-13,000 രൂപ അത്രേ വരുള്ളൂ. 13,000 രൂപയോ? ഈ 13,000 രൂപ കേട്ടിട്ടില്ല? എനിക്ക് തല കറങ്ങണോ. അപ്പൊ നിനക്ക് മേടിച്ച് സാരിയുടെ വില കേട്ടാലേ നിനക്ക് അറ്റാക്ക് വരും. എത്രയാ? 500 രൂപയോ? ക്ലീറ്റോ, ദൈവമേ. ക്ലീറ്റോ, ഈ 5,000 രൂപയ്ക്ക് എന്തിനാന്ന് ഇത്രയും സാരി മേടിച്ചേ? ഇത്രയും സാരിക്കും കൂടെ 5,000 രൂപയല്ല, ഈ ഒരു സാരിയുടെ വില 5,000 രൂപ. അമ്മേ, ഒരു സാരിക്ക് 5,000 രൂപയോ? ഓ ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിഞ്ഞോടാ, നിനക്ക് തന്നെ ഞാനിത് മേടിച്ചോണ്ട് തന്നല്ലോ. ആ ബില്ല് അതിലോട്ട് എടുത്ത് നോക്കടി അങ്ങോട്ട്. എനിക്ക് നല്ല രസമുണ്ടാവൂലേ ഇത്? പക്ഷെ എന്താ അറിയാൻ മോടി, ആ കടയിൽ ഏറ്റവും വില കൂടിയത് ഇതേ ഉള്ളൂ. ഇതിലും കൂടിയത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ അതല്ലേ മേടിക്കത്തുള്ളൂ. ദൈവമേ, നന്നായി. എനിക്ക് ഭയങ്കര സന്തോഷായി ക്ലീറ്റോ. ഇപ്പഴെനിക്ക് സന്തോഷായത്. നിന്റെ സന്തോഷം ഇവളുടെ സന്തോഷമൊക്കെ അല്ലേ എന്റെ സന്തോഷം. അതെന്താന്ന് ചോദിക്കും. ഭാര്യയുടെ വീട്ടില് ഭർത്താവിനൊരു വിലയും നില ഉണ്ടാവേണ്ടത് എല്ലാ ഭാര്യമാരുടെ ആഗ്രഹം. ഇപ്പഴെന്റെ ക്ലീറ്റോന് ഈ വീട്ടിലൊരു വിലയും നിലയൊക്കെ ഉണ്ടായത്. നമ്മുടെ ക്ലീറ്റോമോനെ എങ്ങനെ ഇത്രയും പെട്ടെന്ന് കാശുണ്ടായി? കനകം പറഞ്ഞാൽ ചിലപ്പോൾ നേരായിരിക്കും കേട്ടാ. എന്ത്? ഇനി വല്ല പോലീസുകാരും അന്വേഷിച്ചു വന്നാൽ നമ്മളെല്ലാവരും പെട്ടുപോകും. എന്തിന്? എന്നാലും ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ പൈസക്കാരനാവും? അതൊന്നും പറയാൻ പറ്റില്ല. ഓരോ മനുഷ്യർ എപ്പോഴാണ് നന്നാവുക എപ്പോഴാണ് ചീത്തവെന്ന് ഒരാൾക്ക് പറയാം. ഇല്ല, അതിനല്ല. നീ എന്തർമ്മന് വരെ വഴുകിയത്? അമ്മാവനെ അടർന്നടിച്ചു. അമ്മാവ തങ്കമായിട്ടെങ്കിലും ഒന്നും രണ്ടൊക്കെ പറഞ്ഞിരുന്നേ, അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഉണ്ടാവും. സന്തോഷം ഇല്ലാണ്ടിരിക്കോ? തങ്ക ഒരിക്കലും വിചാരിക്കാത്ത കാര്യമില്ലേ നടന്നത്. തങ്കം മാത്രം ഈ ലോകത്ത് ആരെങ്കിലും വിചാരിച്ചാൽ ക്ലീറ്റോ നന്നാവും, പണക്കാരനാവും എന്നൊക്കെ. എന്നാലും എൻ്റെ മോനെ, നിനക്ക് എങ്ങനെയാണ് അത്ര പെട്ടെന്ന് ഇത്ര കാശിറ്റി? അത് പിന്നെ അമ്മാവ, നമ്മൾ ചെറിയ ബിസിനസ് ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഒരു അതേ വേറെ ഒന്നും വിചാരിക്കരുത്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കുറേ വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് നടന്നു. കണ്ട, അത് അത്രയും മാത്രമേ, രാഷ്ട്രീയ ബിസിനസ്. പക്ഷെ അത് എന്താണെന്ന് പറയാത്തതാണ് കനകന്റെ പ്രശ്നം. അതെ, നീ ബിസിനസ് എന്താണെന്ന് പറഞ്ഞൂടെ? അല്ല അതെന്താ അമ്മ, അത് നമ്മൾ പറയില്ല. അത് എൻ്റെ പേഴ്സൺ, ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അളിയനോട് എങ്ങനെ പറയും? അത് ചിലർക്ക് ചില സീക്രട്ട് ഉണ്ടാവും, അത് അറിഞ്ഞോളണം എന്തത്ര നിർബന്ധം? അല്ല ക്ലീറ്റോ, ഇന്നലെ വരെ നിന്റെ എല്ലാ കാര്യത്തിനും അവൻ സഹായിച്ചല്ലേ, പിന്നെ അവനോട് മാത്രം പറഞ്ഞാലെന്താ? അതെ, പറയാറുന്നല്ലോ എനിക്ക്. അമ്മാവ, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യം അവനോട് പറഞ്ഞിരുന്നാൽ അവൻ ഇത് പാര വെച്ചാൽ എൻ്റെ ഈ ബിസിനസ് നടക്കുകയും ചെയ്യില്ല. പാരവയ്ക്കവൻ ഈ ബിസിനസ് നടക്കില്ല. അതത്രേ ഉള്ളൂ. അവനെ മറ്റുള്ളവരും നന്നാവണ്ണം കണ്ടൂടാ. അവൻ അവൻ്റെ അച്ഛൻ്റെ സ്വഭാവ.
എൻ്റെ അളിയൻ എങ്ങനെയായിരുന്നു? ഞാൻ നേരെ അവിടെ എൻ്റെ അളിയനെ കണ്ടുകൂടാ. അവസാനം എൻ്റെ അളിയൻ മരിച്ചപ്പോഴാണ് ഞാൻ നേരായത്. അതുപോലെ വിറ്റമനെ നീ നേരാവണമെങ്കിൽ കനകൻ ചാകണോ? എന്ത് ഞാൻ പറഞ്ഞോടാ? അല്ല പറഞ്ഞു വന്നപ്പോ പിന്നെ അല്ല അവൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. അല്ല ഉദ്ദേശിച്ചത്, പിന്നെ അവൻ നിൽക്കിച്ചാൽ അവനേക്കാൾ നീ വലിയവനാവണം. അവൻ ഓരോ ആവശ്യങ്ങൾക്ക് നിന്റെ കാല് പിടിക്കാൻ വരണം. അങ്ങനെ വേണം വേണം വേണം. ഇല്ല മാവ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിനക്ക് അങ്ങനില്ല, പക്ഷെ അമ്മാവന് അങ്ങനെ ഉണ്ട്. അവനെ കുറച്ച് അഹങ്കാരം കൂടെ. അവൻ കഴിക്കണ്ട, എന്റെ ക്ലീറ്റ് മുമ്പ് കഴിക്കണം. നീ കഴിച്ചോളാ. കഴിച്ചിട്ട് ചെക്കലവൻ ഏട്ടാ ദേ ക്ലീറ്റോ ചേട്ടൻ വലിയൊരു കാർ മേടിക്കാൻ പോണെന്ന്. അവൻ എന്തെങ്കിലും വാങ്ങിച്ചോട്ടെ. നാത്തം പറഞ്ഞതാ, പേരൊന്നും അറിയാൻ പാടില്ല, പക്ഷേ കുറച്ച് നീട്ടം കൂടിയ കാറാന്ന്. അവൻ എന്തെങ്കിലും വാങ്ങിച്ചോട്ടെ എന്റെ ജമന്തി. എനിക്ക് അവന്റെ ഒരു കാര്യം കേൾക്കണ്ട, ഒന്നും എന്നോട് പറയണ്ട. നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ആ പറയാനുണ്ട്. എന്താണ്? ഇന്നലെ നാത്തൂന് 5 സാരിയാ മേടിച്ചത്. എനിക്ക് ഇന്ന് ഒരു സാരിയെങ്കിലും മേടിക്കണം. എടി അവള് കറുത്തതല്ലേ, അവൾക്ക് ഓരോ സാരിയും ചുറ്റിയിട്ട് വേണം സൗന്ദര്യം ഉണ്ടാക്കാൻ. നീ ഓൾറെഡി സുന്ദരിയല്ലേ, നിനക്ക് ഈ മാക്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്താ സൗന്ദര്യം? സാരി ക്ലീറ്റസിന്റെ വീടാ? ക്ലീറ്റസിന്റെ വീട് ഇതല്ല അവിടെ. അല്ല, ഇത് രണ്ടും ഒരു വീടാണ്, പക്ഷെ ക്ലീറ്റോ ചേട്ടന്റെ മുറി അവിടെയാണ്. അത്രേ ഉള്ളൂ അല്ലേ? എന്താ കാര്യം? നിങ്ങൾ ആരാ ക്ലീറ്റസിന്റെ? ഇത് അളിയനാ, ഞാൻ അളിയന്റെ ഭാര്യ. അളിയനൊന്ന് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. അതെ, ഒന്ന് ഇറങ്ങി വന്നേ. അമ്മാവാ വാ, അമ്മാവാ. ക്ലീറ്റസേ, തങ്കം, ആ രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങി വാ. ക്ലീറ്റസേ ഇന്ന് വാ. അളിയാ, അളിയൻ അന്ന് ഒരു ഫാമിലി ടൂറിന്റെ കാര്യം പറഞ്ഞില്ലേ? നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് 2 ചേട്ടന്മാര് വന്നിട്ടുണ്ട്. എടി ഇനി എവിടെയൊക്കെ പോകേണ്ടത് വെച്ചാൽ നീ അവരോട് പറഞ്ഞാണോ? പിന്നെ കൊണ്ടുപോയില്ല അങ്ങോട്ട് നടന്നു പോന്ന്. നിനക്കെന്താ ഒരു മന്തപ്പ്? ഇനി പറ, നമുക്ക് എങ്ങോട്ട് ടൂർ പോകണം? ഊട്ടിയിലേക്ക് പോകണോ അതോ പിന്നെ ആതിരപ്പള്ളിക്ക് പോകണോ? എന്തായാലും നമ്മള് പോവല്ലേടാ, നമുക്ക് ദുബായിക്ക് പോവാം. ദുബായ് അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ? ഇവരാരാണ് നിനക്കറിയാമോ? ടൂർ കൊണ്ടുപോകുന്ന ആൾക്കാരല്ലേ? അവര് ടൂർ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആളുകളല്ല, നിന്റെ പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലുള്ള ആളുകളാണ്. അല്ല, ഈ കൊല്ലം ജില്ലക്കാർക്ക് എന്താ ഇവിടെ കാര്യം? അതന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. കൊല്ലം ജില്ലാ കമ്മിറ്റിക്കാർക്ക് ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. നിനക്കെന്താണ് കൊല്ലത്ത് കാര്യം? കൊല്ലത്ത് ഞാനൊരു ചെറിയ ബിസിനസ്. നിനക്ക് എന്ത് ബിസിനസ്? അതിപ്പോ അങ്ങനെ എല്ലാവരോടും ഞാൻ അറിയേണ്ട കാര്യമുണ്ട്. ക്ലീറ്റോയുടെ ബിസിനസ് എന്താണ് ഞാൻ അറിയണം. എന്റെ വീട്ടിലുള്ളവർ അന്വേഷിച്ചു വന്നത് അല്ലേ? നിന്റെ മാത്രം വീടല്ലല്ലോ, ഞങ്ങളുടെ വീടല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മാവാ, ഇവൻ ഈ പൈസ കൊണ്ടുള്ള ദൂരത്ത് കാണിച്ച് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിയായ വഴിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പൈസയല്ല, ഇത് തമ്മാടിത്തരാണ്, എങ്ങനെയോ കറക്കി തിരിച്ചുണ്ടാക്കിയാണ് ഞാൻ പറഞ്ഞല്ലേ. ഒറ്റ വിശ്വസിച്ചില്ലല്ലോ. കനക അനാവശ്യം പറയരുത്. നിനക്ക് അന്ന് മുതൽ തുടങ്ങിയതാ ക്ലീറ്റോനോട് അസൂയ. അതിനുള്ള മരുന്ന് ഇതല്ലടാ. കണ്ണി കണ്ട ആൾക്കാരെ പൈസ കൊടുത്ത് മുടക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലീറ്റോനെ പറ്റി നോണ പറയാൻ എനിക്ക് എന്താടി അസൂയ? എന്തിനാ അസൂയ? വരാൻ പോകുന്ന എന്താന്നുള്ള കണ്ടോ? സത്യമാണാടാ. അമ്മ, ഇവൻ ചെയ്ത വൃത്തികേട് എന്താ നമുക്കറിയാമോ? ഇവന്റെ പാർട്ടിയുടെ വ്യാജ റെസിപ്റ്റ് അടിച്ചിട്ട് കൊല്ലം ജില്ലയിൽ പോയിട്ട് പിരിവ് നടത്തിയിരിക്കുകയാണ് ഈ വൃത്തികെട്ടവൻ. അതും വലിയ വലിയ പണക്കാരുടെ കയ്യിൽ നിന്ന്. 1-2 രൂപയല്ല അമ്മാവാ, 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ ഇത് ആരെവിടെ എടുത്തോളൂ? അമ്മ യവന്മാരെ പാർട്ടിയുടെ ആൾക്കാരൊന്നും അല്ല അമ്മ, ഇത് കനകന്റെ ആളുകളാ. കണക്കന്റെ ആൾക്കാരാ? യാത് കണക്കൻ? തനിക്കെന്നെ മനസ്സിലായില്ലേ? തനിക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളത്, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഇതാ നിനക്കൊന്നും പറയാനില്ലേ? നീ എന്താ ഇതിലെ പറഞ്ഞത്? പോലീസ് നിനക്ക് എസ്കോട്ട് വരുമെന്ന്? എസ്കോട്ട് അല്ല, നിന്നെ പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാ. നിനക്ക് ജയിലിൽ പോയിട്ട് ഉണ്ടോ തന്നെ കേട്ടാ?
ഒന്നുമില്ല കിടക്കട്ടെ, അവിടെ കിടന്ന് ചാവണൊക്കെ ചാവട്ടെ. അവിടെ കിടക്കട്ടെടി, അവിടെ കിടന്ന് ചാവട്ടെ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊലക്കുറ്റത്തിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. വാ പോവാം വാ. ഇവിടെ മാറടി. അളിയാ അളിയാ നിർത്തളിയാ, നിർത്തുന്നത് ഒരു വീക്ക് വെച്ചരും. അവര് പോയെന്ന്. അതെ, തൽക്കാലം നീ രക്ഷപ്പെട്ടു അവരുടെ കയ്യിൽ നിന്ന്. പക്ഷേ നീ ഇപ്പിറങ്ങണം, ഈ നിമിഷം നീ വിട്ടുനിറങ്ങണം. എന്തിനെന്നാ? നീ ഉണ്ടാക്കി വെച്ച 5 ലക്ഷം രൂപ ബാധ്യത നിന്റെ തന്ത കന്നാലി മത്തായി കൊണ്ടുവന്ന് വിട്ടോ അതുകൊണ്ട് ഇപ്പിറങ്ങിക്കൊള്ളണം. എന്റെ അളിയ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കല്ലേ. ഇതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഒരു അടവ് നയമല്ലേ എളിയാ. വേണ്ടത് ഓ, നീ ഇത്ര വലിയ ഗെയിമേ ഒന്നും വേണ്ട. നീ എന്താ പറഞ്ഞത്? 3 അറ്റാക്ക് വന്നതാണ്. നീ വിടടി. ജോത്സ്യന്റെ അടുത്ത് പോയി നോക്കിയിട്ട് നീ എന്താ പറഞ്ഞത്? ഇവൻ നിധിയാണെന്ന്. ഇവൻ നിധിയല്ല, ഇവൻ കുടുംബം കലക്കാൻ വേണ്ടി വന്നിട്ടുള്ള